നമസ്തേ എവരിവൺ. ഈ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ സാധ്യത കേരളത്തിലുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോൾ ഈ പല മോഡൽസ് ഉണ്ട്. 10 മോഡൽസ്, ഞാൻ പുറകെ 10 മോഡൽസ് ഡെവലപ്മെൻറ്റ് പറയാം. സൗത്ത് അമേരിക്കയിലും ആഫ്രിക്കയിലൊക്കെ ചെയ്യുന്ന ഒരു മോഡലാണ് ഈ പിന്നെ പാർട്ടിസിപ്പേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ഡെവലപ്മെൻറ്റ് മോഡൽ, PCD എന്ന് പറയും. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓരോ പ്രോപ്പർട്ടി ഉടമസ്ഥരും അതിനകത്ത് ചേരും. അതുമായിട്ട് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സോ ബിൽഡേഴ്സോ അവരെല്ലാം ഒന്നിച്ച് ചേർന്നിട്ട് ഒന്നിച്ചൊരു പ്രസ്ഥാനമായി മാറ്റിയിട്ട് പിന്നെ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ നേട്ടം എല്ലാവരും വീതിച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഒരു സൈഡിലും എക്സ്പ്ലോയിറ്റേഷൻ ഇല്ല. അപ്പോൾ ഇതിനകത്ത് ആരൊക്കെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ഇപ്പോൾ ഇത് കേരളത്തിൽ അധികം വന്നിട്ടില്ല. കേരളത്തിൽ വരുവാണെങ്കിൽ ഒരു പ്രദേശം മുഴുവനും നമുക്ക് ഡെവലപ്പ് ചെയ്യാം. 5 സെൻറ്റ്, 10 സെൻറ്റ്, 20 സെൻറ്റ്, 60 സെൻറ്റ്, 1.5 ഏക്കർ ഒക്കെയുള്ള പല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ ഓണേഴ്സ് ഒരു സൈഡിൽ, അവരാണ് വളരെ പ്രധാനപ്പെട്ടവർ. അപ്പോൾ ഓണേഴ്സ് ഒരു സൈഡിൽ, രണ്ടാമതായിട്ട് ഇത് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പൈസയാവും. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻവെസ്റ്റേഴ്സ്, അപ്പോൾ അതിനകത്ത് ലാഭം വേണ്ട ആൾക്കാരും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പാർട്ട്നേഴ്സായിട്ട് വരാവുന്ന ഇൻവെസ്റ്റേഴ്സ്. മൂന്നാമതായിട്ട് ഈ പ്രൊഫഷണലി ഇത് ഡെവലപ്പ് ചെയ്ത് പരിചയമുള്ള ഡെവലപ്മെൻറ്റ് കമ്പനി, അവർക്കായിരിക്കും മെഷീനറിയും മറ്റ് സംവിധാനം എല്ലാം ഉള്ളത്. അപ്പം അവർ തീർച്ചയായിട്ടും കോൺട്രാക്റ്റ് നിശ്ചയിച്ച് ഒരു എമൗണ്ട് പറഞ്ഞുകൊണ്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് വരിക. നാലാമതായിട്ടുള്ളത് പ്രൊഫഷണൽ ടീം. ഇപ്പോൾ വലിയ ടൗൺഷിപ്പൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു 10-20 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രൊഫഷണൽസ് വേണം. അപ്പോൾ ഇങ്ങനെ 4 കൂട്ടർ കൂടിയിട്ട് ഒന്നിച്ച് ചെയ്യുന്നതാണ് ഇതിൻ്റെ നേട്ടം എല്ലാവർക്കും കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ PCD മോഡലിൽ ചെയ്യുമ്പോൾ പാർട്ടിസിപ്പേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ഡെവലപ്മെൻറ്റ് മോഡലിൽ ചെയ്യുമ്പോൾ, അപ്പോൾ അവിടെ കൊളാബറേറ്റഡ് ആണ്, പാർട്ടിസിപ്പേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നീതിപൂർവം ഉള്ള ഒരിത് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അവർ തങ്ങളിൽ ഈ ഒരു ടീം 2, 3, 4 റൗണ്ട് ഇരുന്ന് ചർച്ച ചെയ്ത്, അപ്പോൾ എപ്പോഴും ഈ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ഓണേഴ്സിന് അവരുടെ ലോയറെയോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ ആരെങ്കിലും കൂടെ കൂട്ടുന്നത് നന്നായിരിക്കും. കാരണം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് സംസാരിക്കാനായിട്ട്. അപ്പോൾ അവിടെ അതിന് പല ആംഗിൾ കാണും. കിട്ടുന്നതിൻ്റെ ടാക്സിൻ്റെ സംഭവങ്ങൾ കാണും, ഇൻഹെറിറ്റൻസിൻ്റെ കാണും, വിൽക്കുന്നതിൻ്റെ കാണും. നമുക്കൊരു വിധത്തിലും ഉള്ള മണ്ടത്തരങ്ങൾ പറ്റരുത്. അപ്പോൾ അവരോട് കൂടെ ചോദിച്ചിട്ടായിരിക്കും ചില അവരോട് ആ ചർച്ചയിൽ അവരെ കൂടെ പങ്കെടുപ്പിച്ച് ചെറിയ കാര്യമുള്ളൂ, ഒരു ദിവസം വല്ലതും എല്ലാവരും ഇരിക്കും, വന്നിട്ട് പോയാൽ മതിയല്ലോ. പിന്നെ അത് വെച്ചിട്ടാണ് എഗ്രിമെൻ്റ് എല്ലാം എഴുതിയിരിക്കുന്നത്. ആദ്യമേ ഈ പാർട്ടിസിപ്പേറ്റീവ് കൊളാബറേറ്റീവ് ഡെവലപ്മെൻറ്റ് മോഡിനകത്ത് ഈ സ്ഥല ഉടമസ്ഥന് ആദ്യമേ പ്രോപ്പർട്ടി എഴുതി കൊടുക്കുന്നേ ഇല്ല. പ്രോപ്പർട്ടി അയാളുടെ കയ്യിൽ തന്നെയാണ്, അയാളുടെ പേരിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ കൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യാം എന്നവരൊരു എഗ്രിമെൻറ്റ് മാത്രമാണ് വെക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കൂടുതലും ട്രസ്റ്റ് ഉണ്ടാകും, ട്രാൻസ്പെറൻസി ഉണ്ടാകും, നമുക്ക് കൂടുതലും ഉത്തരവാദിത്വം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ സുതാര്യത വരുമ്പം തന്നെ അവിടെ പ്രശ്നങ്ങൾ തീരും. തന്നെയല്ല, ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിൻ്റെ ഡെവലപ്മെൻറ്റും എല്ലാം സ്ഥല ഉടമസ്ഥനും അറിയുവാണ്, ഡെവലപ്പറും അറിയുവാണ്, ഇൻവെസ്റ്ററും അറിയുവാണ്, പ്രൊഫഷണൽസും അറിയുവാണ്. അപ്പോൾ എല്ലാ വശവും അറിഞ്ഞുകൊണ്ട് ആർക്കും ആരെയും കളിപ്പിക്കാനോ പറ്റിക്കാനോ ഉള്ളൊരു സാഹചര്യം ഒന്നും അവിടെ ഇല്ല. ലീഗൽ ഡോക്യുമെൻറ്റും എല്ലാം അതേപോലെ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ പ്രോജക്റ്റ് വളരെ നന്നായിട്ട് ചെയ്യാനായിട്ടും വളരെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് പ്രോജക്റ്റായിട്ട് മാറ്റാം. അപ്പോൾ ഇവർക്കെല്ലാം പറയുന്നത്, ഈ 4 കൂട്ടർക്കും പിന്നീട് പറയുന്നത് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ പറഞ്ഞ പാർട്ട്നേഴ്സ് എന്ന് പറയാം. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പിന്നെ ട്രാൻസ്പെറൻസി, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പരസ്പരം ആലോചിച്ച് സോൾവ് ചെയ്യും. പൊളിറ്റിക്കൽ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ഇത്, കാരണം പലരാണല്ലോ, ഒരാൾ മാത്രമല്ല, പക്ഷേ എല്ലാവരും കൂടി ഒരു ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കുക. അപ്പോൾ കിട്ടേണ്ട ഒരു ന്യായമായിട്ടും എല്ലാവർക്കും കിട്ടണം. ഒരാൾക്ക് കൂടാനോ കുറയാനോ ഒന്നും പറ്റത്തില്ല. ആ രീതിയിലുള്ള, അപ്പോൾ ഒരു വളരെ ഇന്നൊവേറ്റീവായിട്ടുള്ള, നവീനമായിട്ടുള്ളൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു മെത്തേഡാണിത്. അപ്പോൾ ഇവിടെ നമുക്കിത് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി വളരെ കൂടുതലാണ്. എല്ലാവർക്കും വളരെ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, മ്യൂച്വലി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ആദ്യം ഇത് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരുമ്പോൾ നമുക്കത് കേട്ടിട്ട് അതിനെ വീണ്ടും അത് റിട്ടേൺ ആയിട്ട് കിട്ടി, നമുക്ക് പ്രിൻ്റ് ഒരു കോപ്പി ആയിട്ട് കിട്ടി, നമുക്ക് എന്ത് കിട്ടും എന്ന് വളരെ കൃത്യമായിട്ട് അതിനകത്ത് കിട്ടിയിട്ടായിരിക്കും നമ്മൾ അതെല്ലാം വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നതും അവസാനം വരെ മുന്നോട്ട് പോകുന്നതും. അതിനകത്ത് ആരൊക്കെ വരാമോ അവരെല്ലാം നേരത്തെ തന്നെ ഉൾപ്പെടുത്തി. എന്തെങ്കിലും റിസ്ക് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ റിസ്കിനെ നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ട് ആ റിസ്ക് ഒഴിവാക്കാനുള്ള കാര്യങ്ങളും അതിനകത്ത് ചെയ്തിട്ടുണ്ടാവും.
അതേപോലെ ഡിലേ വരാൻ ചാൻസ് ഉണ്ടോ, അത് ഡിലേ വരാതെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു നിയമം ഇവിടെ തെറ്റിക്കരുത് എന്നുള്ളതാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ ലോക്കൽ ബോഡിയുടെയോ പഞ്ചായത്തിൻ്റെയോ ഒന്നും ഒരു നിയമവും നമ്മളവിടെ തെറ്റിക്കാതെ എല്ലാം നിയമാനുസൃതമായി എന്നാൽ സർക്കാർ സഹായത്തോടു കൂടി കളക്ടറോ ഇല്ലെങ്കിൽ അവിടുത്തെ MP-യോ MLA-യോ ഇവരെല്ലാം അവരുടെയൊക്കെ സഹായം വാങ്ങിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എൻവയറമെൻറ്റൽ പ്രൊട്ടക്ഷന്, ട്രീക്ക് പ്രൊട്ടക്ഷന് ചെയ്യേണ്ട എല്ലാം പാലിച്ചായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രോപ്പർട്ടിക്ക് വിലയും കിട്ടും, എല്ലാവരും വിന്നേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മോഡൽ ഞാനിപ്പോൾ ഒരുപാട് സ്ഥലത്ത് എൻ്റെ വിദ്യാർത്ഥികളെ, 10,000-കണക്കിന് വിദ്യാർത്ഥികളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതായ വിഷയത്തിൽ ഒരുപാട് പേര് ഇത് ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ചില പ്രോപ്പർട്ടി വരുമ്പോഴത്തേക്കും ഇത് ചെയ്താൽ വളരെ നന്നായിരിക്കും എന്നൊരു സാധ്യതയുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം ഇതിനകത്ത് എങ്ങനെയാണ് അത് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 4 കൂട്ടരാണ് സാധാരണഗതിയിൽ ഈ പറഞ്ഞ ഈ ഒരു ഡെവലപ്മെൻറ്റിൽ, അതായത് പാർട്ടിസിപ്പേറ്റീവ് കൊളാബറേറ്റീവ് ഡെവലപ്മെൻറ്റ് മോഡലിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ ഇപ്പോൾ 1-2 ഏക്കർ ലാൻഡിന് പകരം 10, 20, 50, 100 ഏക്കർ ലാൻഡ് വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ചെടുത്ത് ആ ഡെവലപ്മെൻറ്റിൻ്റെ പ്രയോജനം എല്ലാവർക്കും കിട്ടുക, ലാൻഡിൻ്റെ വാല്യൂ കൂടുകയോ വിൽക്കുകയോ, പിന്നെ കയ്യിലൊട്ടും പൈസ ഇല്ലാത്തവർക്ക്, ലാൻഡ് മാത്രമേ ഉള്ളൂ, കടം കയറി നിൽക്കുന്നവരാണ്, അവർക്ക് പോലും ഇതിൽ കൂടെ ഒരു റിലീഫ് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓണേഴ്സ് നമ്പർ 1, നമ്പർ 2 അതിന് പൈസ മുടക്കാനായിട്ട്, ബാക്കി കാര്യങ്ങൾക്ക് പൈസ മുടക്കാനായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, അവർ ആന്ത്രപ്രനേഴ്സാണ്, സംരംഭകരാണ്. 3ാമത് ഡെവലപ്പേഴ്സ്, പ്രൊഫഷണൽ ഡെവലപ്പേഴ്സ്. 4 ഇതിൻ്റെ എൻജിനീയർ, ലോയർ, ആർക്കിടെക്റ്റ്, സ്ട്രക്ചറൽ എൻജിനീയർ, സിവിൽ എൻജിനീയർ, ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഒരു 10-20 വിദഗ്ധന്മാർ. ചെറിയ ഡെവലപ്മെൻ്റ് ഒന്നും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. വലിയ ഡെവലപ്മെൻ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് തുലവും ചിലവ് കുറവുമായിരിക്കും, നല്ല ഭംഗിയായിരിക്കും, ഒരു വലിയ ടൗൺ പ്ലാനിങ് പോലെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. ആദ്യമേ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഫസ്റ്റ് ഇത് ചെയ്യുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രോപ്പർട്ടീസാണ്. ഒരു പ്രദേശത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് ഏതൊക്കെ പ്രോപ്പർട്ടിയെ ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഇപ്പം 3 പ്രോപ്പർട്ടിയാണോ, 5 പ്രോപ്പർട്ടിയാണോ, 12 പ്രോപ്പർട്ടിയാണോ, 24 പ്രോപ്പർട്ടിയാണോ, 43 പ്രോപ്പർട്ടിയാണോ, 72 പ്രോപ്പർട്ടിയാണോ, എത്ര വേണേലും കൊണ്ടുവരാം. അതിന് ഓരോ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അതിൻ്റെ സർവേ ഡീറ്റെയിൽസും എല്ലാം വെച്ച് ഭയങ്കര വലിയ ഡ്രോയിങ്സ് ഉണ്ടാക്കി അതിനകത്ത് വെച്ചുകൊണ്ടാണ് അത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ടൗൺ പ്ലാനേഴ്സൊക്കെ അതിനകത്ത് വന്നിരുന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ കേരളത്തിൽ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യുമ്പം അത് റീജിയണൽ ടൗൺ പ്ലാനിങ് ഓഫീസോ ഇല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ടൗൺ പ്ലാനിങ് ഓഫീസോ ഇല്ലെങ്കിൽ സ്റ്റേറ്റ് ടൗൺ പ്ലാനിങ് ഓഫീസിലോ പോയി അവർ അപ്രൂവ് ചെയ്ത് വരണം. ആ രീതിക്ക് പിന്നെ അത്രയും വിദഗ്ധന്മാർ ഇത് പ്ലാൻ ചെയ്യണം, എല്ലാ സൗകര്യവും ഇട്ടുകൊണ്ട് വേണം പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പം ഇതിനകത്ത് ഈ പറഞ്ഞ പാർട്ട്നേഴ്സ് എല്ലാം നിലനിർത്തിക്കൊണ്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് വന്ന് പിന്നെ എസ്റ്റിമേറ്റ് എടുക്കും, എത്ര കോസ്റ്റ് ആവും, എത്ര ചിലവ്, അത് ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞ് അത് വിറ്റെടുക്കുന്നത് സ്വന്തമായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാർ, ഇതിനെ മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരു കണക്കുണ്ടല്ലോ മനസ്സിൽ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എത്ര കിട്ടും. അപ്പോൾ അതിങ്ങനെ നമുക്ക് പേപ്പറിൽ കിട്ടിയിട്ട്, അപ്പം നമ്പർ 1 ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രോപ്പർട്ടി. അതിനകത്ത് നമ്മൾ മാർക്കറ്റ് സർവേ, എത്ര പ്രോപ്പർട്ടി പോകും, ഇതെല്ലാം പഠിക്കും. ഇനി അത് കഴിഞ്ഞ് അവിടെയുള്ള ആ സമൂഹത്തിലുള്ള ആൾക്കാരെ കൂടെ ഉൾപ്പെടുത്തി, പഞ്ചായത്ത് മെമ്പറെയോ ഒക്കെ എല്ലാം ഉൾപ്പെടുത്തും. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഡെവലപ്മെൻ്റ് ആണോ, ആ ഡെവലപ്മെൻറ്റ് കൊണ്ട് ആർക്കെങ്കിലും ദോഷം വരാൻ പോകുന്നുണ്ടോ, അതെല്ലാവർക്കും നന്മ തന്നെ ആയിരിക്കും, പ്രദേശം മുഴുവൻ വികസിക്കുമോ. അപ്പോൾ അതിന് വേണ്ടുന്ന ആ ജിയോഗ്രഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ആ സംഭവം എല്ലാം എടുത്ത് സർവേ, സാറ്റലൈറ്റ് സർവേ, ഗ്രൗണ്ട് വാട്ടർ, പിന്നെ പുതിയതായിട്ട് വെള്ളം കൊണ്ടുവരാൻ പോകുന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ലൈനുകൾ, ട്രാൻസ്ഫോമർ, പുതിയ റോഡുകൾ, ഇങ്ങനെയുള്ള സോണിങ്, അപ്പോൾ അങ്ങനെയുള്ള ആ ഡോക്യുമെൻ്റ് എല്ലാം തയ്യാറാക്കി അതിൻ്റെ അടുത്ത 2ാമത്തെ സ്റ്റേജ് 2 കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ, യാഥാർത്ഥ്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിൽ നിന്നും പ്രൈവറ്റിൽ നിന്നും അളവുകാരിൽ നിന്നും എല്ലാം എടുത്ത് അതിനെ അനാലിസിസ് ചെയ്തതിന് ശേഷം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പഠിച്ച്, അപ്പോൾ നമുക്ക് അതെങ്ങനെ ഇരിക്കും, പലപ്പോഴും ഇതിന് നമ്മളൊരു 3D ചെയ്യും. ഈ മൊത്തം ടൗൺഷിപ്പിൻ്റെ പ്രദേശം മുഴുവൻ തീർന്നാൽ എങ്ങനെ ഇരിക്കുമെന്നൊരു 3D ചെയ്ത് കണ്ടെല്ലാവരും ബോധ്യപ്പെട്ട് ഇനി മാറ്റങ്ങൾ വല്ലതും വേണമെങ്കിൽ അതും കൂടെ വരുത്തി എല്ലാം, അപ്പം ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ട്, അവകാശ തർക്കങ്ങളുണ്ട്, ഇതെല്ലാം കേട്ട് ഒരു പരിഹാരം കൊണ്ടുവന്നതിന് ശേഷം അപ്പം അവിടെ കൃത്യമായി കണക്ക് കൂട്ടി നമ്മൾ സുതാര്യതയോടുകൂടി വ്യക്തതയോടുകൂടി നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ 3ാമത്തെ സ്റ്റെപ്പിൽ, അപ്പോൾ ആദ്യം 2ാമത്തെ നമ്മൾ ഡേറ്റ എടുത്തു, 3ാമത്തെ സ്റ്റെപ്പ് ഇനീഷ്യൽ വാല്യുവേഷനാണ്. ഡേറ്റ കളക്ട് ചെയ്ത് സ്ഥലങ്ങൾ കിട്ടിയപ്പോൾ അതിന് ഇപ്പോഴത്തെ വില അനുസരിച്ച്, ഇപ്പോഴത്തെ ഫെസിലിറ്റി അനുസരിച്ച് എന്ത് വിലയുണ്ട്,
അത് ഈ ബാങ്കുകളുടെയൊക്കെ നല്ല അക്യുറേറ്റ് ആയിട്ട് വാല്യൂ ചെയ്യുന്ന, ഡീസൻ്റായിട്ട് വാല്യൂ ചെയ്യുന്ന ആൾക്കാർ വന്ന് അത് പ്രത്യേകമായിട്ട് ഡോക്യുമെൻ്റ് ആയിട്ട് എഴുതി കിട്ടണം ഓരോ പ്രോപ്പർട്ടിയുടെ എന്ത് വില വരുന്നു. അപ്പോൾ ഇനീഷ്യൽ വാല്യുവേഷൻ നടക്കും. ഇനീഷ്യൽ വാല്യുവേഷൻ നടന്നു കഴിയും. അപ്പം ഏതാണ്ട് നമുക്ക് പ്രോപ്പർട്ടി ഏതൊക്കെയായി ഇനീഷ്യൽ വാല്യുവേഷനായി. അത് കഴിഞ്ഞ് നമുക്ക് അതിനകത്ത് എത്ര കോസ്റ്റ് അതിനകത്ത് വരും, ചിലവ്. അപ്പോൾ ആ ചിലവ് നമ്മൾ കണക്ക് കൂട്ടിക്കൊണ്ട് ഒരു വിഷ്വൽ, ഒരു രൂപം, ദൃശ്യം, ഒരു മേശപ്പുറം മുഴുവൻ വെക്കാൻ പറ്റുന്ന വലിപ്പത്തിലായിരിക്കും ഓരോ റോഡും എല്ലാം വരുന്ന രീതിയിൽ ഒരു വിഷൻ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ആ വിഷൻ ഡെവലപ്പ് ചെയ്ത് ഓരോ പോസ്റ്റും തൂണും റോഡും എല്ലാം അതിനകത്ത് വളരെ കൃത്യമായി വന്നേക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം പലപ്പോഴും ഇത് ഡെവലപ്പ് ചെയ്യുമ്പം സാധാരണഗതിയിൽ 35% ലാൻഡ് കോമൺ ഏരിയ, അമ്യൂണിറ്റീസ്, ഫെസിലിറ്റി ഗവൺമെൻറ് റൂൾ അനുസരിച്ച് പോകും. 65% മാത്രമായിരിക്കും നമുക്കത് ഉപയോഗിക്കാനായിട്ട് കിട്ടുള്ളൂ. അപ്പോഴത്തേക്കും പ്രോപ്പർട്ടി മുഴുവൻ മാറി, അതിൽ നിന്ന് ഒരുപാട് മാറി. അപ്പോൾ 35% അവിടെ പ്രോപ്പർട്ടിയിൽ നമുക്ക് കോമൺ ഏരിയ. കർണാടകത്തിലാണെങ്കിൽ 50% പോകും, കേരളത്തിലാണെങ്കിൽ 35% പോകും. അപ്പോൾ അങ്ങനെ ഇത് പോയി നമ്മൾ അതെല്ലാം കഴിഞ്ഞുള്ളൊരു ആ കറക്റ്റായിട്ടുള്ള വിഷ്വൽ ഇതെല്ലാം കിട്ടി. ഇനിയാണ് ഫീസിബിലിറ്റി സ്റ്റഡി. ഇത് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള സ്റ്റഡി റിപ്പോർട്ട്. അത് വിദഗ്ധന്മാരിരുന്ന് പഠിച്ച് എത്രയാകും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അബ്സല്യൂട്ട് അതിൻ്റെ ലീഗൽ ആസ്പെക്ട്സ് ഇതെല്ലാം ചെക്ക് ചെയ്ത് ഉറപ്പാക്കി. അപ്പം അങ്ങനെ നമുക്കതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, നഷ്ടങ്ങൾ എന്തൊക്കെയാണ് വെല്ലുവിളികൾ എന്തൊക്കെയാണ്, നമ്മളുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, ഇതെല്ലാം സോട്ട് അനാലിസിസ് എല്ലാം ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ പ്രോജക്റ്റ്. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തേക്കുന്ന ആൾക്കാർക്കെല്ലാം കൂടെ എന്ത് കിട്ടും. അതിൽ 1-2 ആൾക്കാർ കൊണ്ടുപോകുകയല്ല ചെയ്യുന്നത്, എല്ലാവരും അതിനകത്ത് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശ്രമത്തിന് ഈക്വലൻ്റ് ആയിട്ട് എല്ലാവർക്കും ഡീസൻ്റായിട്ട് വീതം വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ പ്രോജക്റ്റ് നമുക്കത് ഓരോരുത്തർക്കും എത്ര കിട്ടും, എത്രയായിരിക്കും അതിൻ്റെ എമൗണ്ട്, ഇതെല്ലാം വളരെ 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 കൃത്യമായിട്ട് അതിനകത്ത് അസസ് ചെയ്യും. ഇനി അങ്ങനെ നമ്മൾ റിസ്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു റിസ്ക് വരാൻ ചാൻസ്, ആരെങ്കിലും കൊണ്ട് കേസ് കൊടുക്കുക, കോടതി ഒരു സ്റ്റേ വരിക, അതല്ലെങ്കിൽ ഒരു മണ്ണിടിച്ചിൽ നടക്കുക, അതിൽ പ്രകൃതി ദുരന്തം നടക്കുക. അപ്പോൾ ഈ റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറയും. അപ്പം അങ്ങനെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഇൻ കേസ് അങ്ങനെ ഒന്ന് വന്നാൽ എന്താണ് പരിഹാരം, എല്ലാ നിയമം പാലിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ അതിനൊരു പ്ലാൻ ബി ഇല്ലെ പ്ലാൻ സി ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ പിന്നെ അപ്പോൾ എല്ലാവരും സമ്മതിച്ചു. ഇനി ഈ സമയത്താണ് എല്ലാവരും വന്ന് കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നത്. കോൺട്രാക്റ്റ് സൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരോ സ്ഥലക്കാരനും അറിയാം എനിക്ക് ഇത്ര രൂപ കിട്ടും, എൻ്റെ സ്ഥലം ഇങ്ങനെ ഇരിക്കും, കാഴ്ചയിൽ ഇങ്ങനെ ഇരിക്കും, ഇത്ര രൂപ കിട്ടും, ഇപ്പോൾ ഇത്ര രൂപ വിലയുണ്ട്. ഈ പണിയെല്ലാം കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ പലപ്പോഴും ഒരു പ്രോജക്റ്റ് തീരുമ്പം 1-2 വർഷമൊക്കെ എടുക്കും. അപ്പോൾ ഈ 2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പ്രോപ്പർട്ടിക്ക് എനിക്ക് എന്ത് വില എൻ്റെ കയ്യിൽ കിട്ടും. ചില ആൾക്കാർക്ക് ഇതിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, ചിലപ്പം തൽക്കാലത്തേക്ക് കുറച്ച് പൈസ വേണം. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അത്രയും പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തോളാം, എനിക്ക് അത്രയും അതിനുള്ള ലാഭം എത്രയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പം 1-2-3 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ള ആൾക്കാരും കാണാം. അപ്പം സ്ഥലത്തിൻ്റെ ഉടമസ്ഥന് കയ്യിൽ നിന്ന് ചിലപ്പോൾ കാശൊന്നും വേണ്ടി വരത്തില്ല. ചിലപ്പോൾ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ നല്ല കടത്തിൽ നിൽക്കുമായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് എന്നാൽ എൻ്റെ ഡെവലപ്മെൻറ്റിന് ഞാൻ തരാം, അപ്പോൾ അതനുസരിച്ചായിരിക്കും അദ്ദേഹത്തിന് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഇവർ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. അപ്പോൾ അതിനൊരു കോമൺ അക്കൗണ്ടിൽ അതിനുള്ള കോൺട്രിബ്യൂഷനും മണിയെല്ലാം പൂൾ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇത് എക്സിക്യൂഷന് കൊടുക്കുകയാണ്, എക്സിക്യൂഷൻ ഓഫ് ദ പ്രോജക്റ്റ്. അപ്പം അതിൻ്റെ അപ്പോൾ അതിന് പെർമിഷൻ കൊടുത്ത് ഗവൺമെൻറ്റിൽ നിന്ന് പെർമിഷനും എല്ലാം കിട്ടി, അതെല്ലാം കംപ്ലീറ്റ്ലി വന്ന് പിന്നെ അതനുസരിച്ച് കൃത്യമായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. ഇംപ്ലിമെൻറ്റ് ചെയ്ത് റോഡ് വെട്ടേണ്ടതും വഴി കെട്ടേണ്ടതും കലിക്ക് കെട്ടേണ്ടതും അല്ലെങ്കിൽ റീറ്റെയിനിങ് വാൾ കെട്ടേണ്ടതും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത്, അതല്ല ചില പ്ലോട്ടുകൾ വിൽക്കുന്നുണ്ടെങ്കിൽ അതും എല്ലാം ചെയ്ത് ഫൈനലി അപ്പോൾ അങ്ങനെ ആ പ്രോജക്റ്റ് പൂർണ്ണമാക്കാനായിട്ടോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൺസ്ട്രക്ഷൻ്റെ ഓരോ സ്റ്റെപ്പുകളും അങ്ങനെ ഫിനിഷ് ചെയ്ത് ചിലപ്പോൾ അതിനകത്ത് ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ടാവും, ട്രീ പ്ലാന്റിംഗ് ഉണ്ടാവും, അതല്ലെങ്കിൽ റീറ്റെയിനിങ് വാൾസ് ഉണ്ടാകും, അല്ലെങ്കിൽ ചില പ്രത്യേകം വാല്യൂ അഡീഷന് വേണ്ടിയിട്ട് ചില പ്രത്യേക പ്ലാന്റിംഗ് ഒക്കെ നടത്തും, പൂന്തോട്ടങ്ങൾ കാണും, കോമൺ ഏരിയാസ് കാണും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതെല്ലാം കംപ്ലീറ്റ്ലി കഴിഞ്ഞ് എല്ലാം നീറ്റാക്കി എല്ലാം കഴിഞ്ഞ് വളരെ മനോഹരമായ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു സ്ഥലമായി കഴിയുമ്പോൾ എന്നിട്ടാണ് നമുക്ക് വീണ്ടും ഒരു വാല്യുവേഷൻ കൂടി എടുക്കും. അപ്പോൾ ഈ വാല്യുവേഷൻ എടുത്തു കഴിയും പഴയതുമായിട്ട്.
കമ്പയർ ചെയ്തിട്ട് ഇതിനകത്ത് ആരൊക്കെയാണ് കാശിട്ടത്, ആരൊക്കെയാണ് അധ്വാനിച്ചത്, അപ്പോൾ അവർക്കൊക്കെ എത്ര രൂപയാണ് നമ്മൾ പറഞ്ഞെത്താണ് കോൺട്രാക്റ്റ്, അതെല്ലാം കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട്. ഇപ്പോൾ ചില പ്രോപ്പർട്ടിക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര നിൽക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് വിറ്റേക്കാമെന്ന് പറയും. അപ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റേഴ്സ് ആ പ്രോപ്പർട്ടി ഏറ്റെടുക്കുമായിരിക്കും, അവരുടെ പേരിൽ ഏറ്റെടുക്കുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ് പ്രോപ്പർട്ടി വിൽക്കുമ്പോഴായിരിക്കും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6 സെൻറ്റോ 7 സെൻറ്റോ വെച്ചിട്ട് പ്ലോട്ടുകൾ വിൽക്കുക, അന്നേരമായിരിക്കും ഇതിൻ്റെ ഉടമസ്ഥർക്ക് കാശ് കിട്ടുന്നത്. പക്ഷേ ആദ്യത്തെ വിലയല്ല, രണ്ടാമത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടി ഇതിൽ നിന്ന് 35% പ്രോപ്പർട്ടി നമുക്ക് പോവുകയും ചെയ്തു. പോയിട്ട് നമുക്ക് കിട്ടുമ്പം ഇപ്പോഴാണ് നമ്മൾ ആധാരം എഴുതി കൊടുക്കുന്നത്, ആദ്യം എഴുതി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുറിച്ച് ഓരോരുത്തർക്ക് എഴുതി കൊടുക്കുന്നത്, അതെല്ലാം നേരത്തെ എല്ലാം ചെയ്ത് തീർത്തിട്ടേക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ വിലയായിരിക്കും. അപ്പോൾ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തവർ, അധ്വാനിച്ചവർ, കാശിറക്കിയവർ, അവർക്കും എല്ലാം കൊടുക്കാനുള്ളത് എടുത്തിട്ട് ബാക്കി വരുമ്പോഴായിരിക്കും. അപ്പോൾ പലപ്പോഴും ഈ സ്ഥല ഉടമസ്ഥന് ചിലപ്പോൾ ഡബിളാവും. ഇപ്പോൾ 1 കോടിയുടെ പ്രോപ്പർട്ടിയാണ് അയാൾ അതിനകത്ത് ഇട്ടത്, പക്ഷേ ചിലപ്പോൾ അയാളിത് വിൽക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ 2 കോടിയായിരിക്കും കിട്ടുന്നത്. കാരണം അതുവരെ ഇയാളുടെ പേരിൽ ഈ പ്രോപ്പർട്ടി പോകുന്നില്ല, ആ പ്രോപ്പർട്ടി അതിനകത്ത് തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ്റെ വക്കീലുമുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും കാണും, പിന്നെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളെയൊക്കെ വെച്ചുകൊണ്ടാണല്ലോ ഒരു പ്രദേശം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആർക്കും കളിപ്പ് പറ്റാനുള്ള യാതൊരു വിധത്തിലുള്ള ചാൻസും ഇല്ല. ആ എഗ്രിമെൻറ്റിനകത്ത് വളരെ വ്യക്തമായി മലയാളത്തിൽ ആർക്കും വായിക്കാവുന്ന രീതിയിൽ ഓരോ കണ്ടീഷൻസും എഴുതി. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മളിങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല, അത് നമ്മൾ ആലോചിച്ച് ഇത് വേണം. അപ്പോൾ പലപ്പോഴും ഈ പ്രോപ്പർട്ടി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോഴുള്ള പല ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും സാധാരണ ആൾക്കാർക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അവരെന്താ ചോദിച്ചാൽ അവരുടെ ഏതെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് 5000 രൂപയുടെ ചിലവല്ലേ ഉള്ളൂ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനോട് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു ലോയറോട് ചോദിക്കുക, കൃത്യമായിട്ട് സൗമ്യമായിട്ട് പറഞ്ഞു തരുന്ന ആളോട് ചോദിച്ചാൽ അതിൻ്റെ എല്ലാ കോൺസിക്വൻസസും നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് വരുന്ന ഈ എഗ്രിമെൻറ്റും ഒക്കെ കാണിച്ചു കഴിയുമ്പോൾ അതിന് നമുക്ക് എന്താണ്, അതിന് ചെയ്യേണ്ട നിബന്ധനകൾ എന്തൊക്കെയാണ്, എന്ത് നേട്ടമാണ്, അതെല്ലാം അവർ പറഞ്ഞു തരും. അങ്ങനെ നമ്മൾ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു കൂട്ടായ യജ്ഞം നടക്കുന്നില്ല. പക്ഷേ അപ്പോൾ നമുക്കിങ്ങനെ ഒരു കൂട്ടായ യജ്ഞം നടക്കുകയാണെങ്കിൽ, ഒരു പാർട്ടിസിപ്പേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ഡെവലപ്മെൻറ്റ് മോഡൽ നടക്കുകയാണെങ്കിൽ, അതിനകത്ത് ചില പ്രദേശങ്ങളെല്ലാം അങ്ങ് വലുതായിട്ട് ഡെവലപ്പ് ചെയ്തു പോകും. എല്ലാവരും അതിനകത്ത് വിന്നേഴ്സും ആയിരിക്കും. ഇപ്പോൾ ഈ പ്രോപ്പർട്ടി വിൽക്കുന്ന ആൾ മാത്രമല്ല, എല്ലാവരും വിന്നേഴ്സായിരിക്കും. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ 10 ഡെവലപ്മെൻറ്റ് മോഡലാണ്. ട്രഡീഷണൽ ഡെവലപ്മെൻറ്റ് മോഡലുണ്ട്, പണ്ട് മുതലുള്ള അവരവൻ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന. രണ്ടാമത്തെ ജോയിൻറ്റ് വെഞ്ചർ മോഡലുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളുടെ സ്ഥലം വിട്ടുകൊടുക്കുക, ഒരു ഡെവലപ്പർ വന്ന് ഡെവലപ്പ് ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന ഒരു വീതം വെച്ചെടുക്കുക. മൂന്നാമതാണ് ഞാൻ പറയുന്നത് പാർട്ടിസിപ്പേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ഡെവലപ്മെൻറ്റ് മോഡലിന്. അതിനകത്ത് വലിയ ഏരിയ ആയിരിക്കും, ചിലപ്പോൾ 50 ഏക്കറാകാം, 100 ഏക്കറാകാം. ലാൻഡിൻ്റെ പരിധിയൊന്നും അതിനകത്ത് പ്രശ്നമില്ല, കാരണം ആളുടെ പേര് ഇത് ലാൻഡ് മാറ്റുന്നേ ഇല്ലല്ലോ, ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു എഗ്രിമെൻറ്റ്. നാലാമതായിട്ട് പറയുന്നത് ബിൽഡ് ടു സ്യൂട്ട് മോഡൽ. അപ്പം എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റ്. അഞ്ചാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു സ്പെക്കുലേറ്റീവ് ഡെവലപ്മെൻറ്റ് മോഡലുണ്ട്. ഒരു ഊഹത്തിൽ വില കൂടും എന്ന് വിചാരിച്ചു, അത് കുറച്ച് റിസ്ക്കിയാണ്. ഇനി ആറാമത്തത് വാല്യൂ ആഡ് മോഡലുണ്ട്, വാല്യൂ അഡീഷൻ കൊടുത്തുകൊണ്ട്, അപ്പോൾ മൊത്തത്തിൽ വാല്യൂ അഡീഷൻ കൊടുത്തുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റ് മോഡലുണ്ട്. ഏഴാമത്തതുണ്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഡെവലപ്മെൻറ്റ് മോഡൽ, PPP എന്ന് പറയും. അത് സർക്കാരും കാണും അതിനകത്ത്. പല ഏരിയയും ചിലപ്പോൾ സർക്കാരും കൂടെ അതിനകത്ത് വന്ന് ചേരാനായിട്ട് താല്പര്യം കാണിക്കും. കളക്ടറൊക്കെ വന്ന് ഇപ്പോൾ അവർ അത് കൃത്യമായിട്ട് ഏറ്റെടുത്ത് നടത്തും. നമ്മുടെ കയ്യിൽ നിന്ന് പ്രപ്പോസൽസ് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റായിട്ട് ഇങ്ങനെയൊന്നും ചെയ്തു വരത്തില്ല, നമ്മൾ കൊണ്ടു കൊടുത്താലാണ് എല്ലാ രാജ്യത്തും ചെയ്യുന്നത്. അതുകൂടാതെ പിന്നെ ക്രൗഡ് ഫണ്ടിങ് ഡെവലപ്മെൻറ്റ് മോഡൽ, ഓരോരുത്തരും കുറേശ്ശെ പൈസ ഇട്ടുകൊണ്ട് ഒന്നിച്ച് ചെയ്യുന്നത്. അതുകൂടാതെ നമുക്ക് മറ്റൊന്ന് ഈ REIT, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. 10ാമതായിട്ടുള്ളത് മിക്സ് യൂസ് ഡെവലപ്മെൻറ്റ് മോഡൽ എന്നാണ്. അതായത് വീടിനും ഉപയോഗിക്കും, കടയ്ക്കും ഉപയോഗിക്കും, ഷോപ്പിങ്ങിനും ഉപയോഗിക്കും, പാർക്കിനും ഉപയോഗിക്കും, എല്ലാത്തിനും കൂടെ ഉപയോഗിക്കാവുന്ന, യൂട്ടിലിറ്റി നോക്കിയിട്ട് ഉപയോഗിക്കാവുന്ന. അപ്പോൾ ഇതിൽ ഏത് ചെയ്താലും ഞാൻ ഇതിനിപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ഈ ഒരു രീതി മനസ്സിലാക്കിയിട്ട്, എൻ്റെ വിദ്യാർത്ഥികളോടായിട്ട് ഞാൻ പറയുകയാണ്, മനസ്സിലാക്കിയിട്ട് നല്ലതുപോലെ പഠിച്ചിട്ട് ഇവരെല്ലാം പ്രൊഫഷണൽസിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ ഏത് പ്രദേശം എടുത്തിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവനും ഡെവലപ്ഡ് ആവും. അതിനകത്തുള്ള ഓരോരുത്തർക്കും അതുകൊണ്ട് ലൈഫിൽ നേട്ടം വരും. അപ്പോൾ അവർക്ക് ബോധ്യത വന്നു കഴിയുമ്പോൾ എൻ്റെ പ്രോപ്പർട്ടി കൊടുക്കത്തില്ല, ഇല്ല എൻ്റെ പ്രോപ്പർട്ടി പെട്ടെന്ന് കൊടുക്കണം, അങ്ങനെ മത്സരങ്ങളൊന്നും വരില്ല. അവരെ ഓരോരുത്തരെയും പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി അവർക്ക് ആ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തി നമ്മൾ
പിന്നെ പ്രത്യേകിച്ചും സുതാര്യതയോടുകൂടി നടപ്പിലാക്കാൻ പറ്റണം. ഞാൻ എൻ്റെ ജോലി അധ്യാപനമാണ്, ഞാൻ പഠിപ്പിക്കലാണ്. അപ്പോൾ ഈ പഠിപ്പിച്ചിട്ട് ആൾക്കാർ നടപ്പിലാക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്നെ കാണാൻ വരുവാണെങ്കിൽ ശരി, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡ്രോയിങ്സും എല്ലാമായിട്ട് വരുവാണെങ്കിൽ ഇൻ കേസ് ആവശ്യം വന്നു കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം ഗൈഡ് ചെയ്യാം. അപ്പം നിങ്ങൾ എടുത്തു നോക്കിയാൽ കേരളത്തിൽ വലിയ വലിയ ടൗൺഷിപ്പുകൾ ഡെവലപ്പ് ചെയ്യേണ്ട കാലം കഴിഞ്ഞു. എങ്കിൽ മാത്രമേ നമുക്ക് കേരളത്തിലൊരു വലിയ പുരോഗതി, ഇല്ലെങ്കിൽ നമ്മൾ മിനിമം സൗകര്യത്തിൽ ജീവിച്ചു പോവുകയും പ്രോപ്പർട്ടിയുടെ വിലകൾ ഇങ്ങനെ കൂടാതിരിക്കുകയും, തന്നെയല്ല പ്രോപ്പർട്ടിയുടെ ഒരുപാട് ഭാഗത്ത് ഇപ്പോൾ ആൾക്കാർ വിറ്റിട്ട് പോവുകയും മക്കളൊക്കെ എബ്രോഡ് പോവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ പിന്നെ സെല്ലിങ് ഭയങ്കര ടഫായിക്കൊണ്ടിരിക്കുകയാണ്. പ്രോപ്പർട്ടി വിൽക്കാനായിട്ടിട്ട് ആൾക്കാരൊന്നും വാങ്ങാനില്ല. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനെ വളരെ മനോഹരമാക്കി ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ടൗൺഷിപ്പ് പോലെയൊക്കെ ആക്കുകയാണെങ്കിലാണ് നമുക്ക് എല്ലാവർക്കും നേട്ടമുള്ളത്. അപ്പോൾ നിങ്ങളിതിനു വേണ്ടി ട്രൈ ചെയ്യുക. നിങ്ങളെ കൊണ്ട് കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.